ഹലോ, വെൽക്കം ടു മാംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളുടെ സുഖമായിട്ടും റാഹത്തൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഒരു ഈവനിങ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഞാൻ അന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കണം കേട്ടോ. പിന്നെ മഴക്കാലത്ത് നമ്മൾ ഗാർഡനിങ്ങിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടുവെക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻസുകൾ മറക്കാതെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈകുന്നേരം മുതലാണ് എടുത്ത് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ മഴക്കാലമായതോടെ ചെടികളൊക്കെ മൊത്തം നശിച്ചിട്ടുണ്ട് കേട്ടോ. നശിക്കില്ല, എന്താ പോലെ ആയിട്ടുണ്ട് ചെടികളൊക്കെ കൂടിയും. അപ്പോൾ ഞാനിന്ന് കുറച്ച് മുറ്റത്ത് ഇങ്ങനെ ചെടികളൊക്കെ കുറച്ച് പണികളുണ്ട്. ഉച്ചക്കൊക്കെ നമ്മൾ ലഞ്ച് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. അങ്ങനെ നമ്മളെ മുറ്റത്ത് എന്തെങ്കിലും പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ രാവിലെ നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നിൽക്കുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിനുള്ള സമയം കിട്ടും കേട്ടോ. അപ്പോൾ ഈ മഴ ആയതിൻ്റെ ശേഷം വല്ലാതെ മുറ്റത്തേക്ക് ഇറങ്ങാനോ ഒന്നും നോക്കാനോ ഒന്നും പറ്റലില്ല. കാരണം മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യല്ലേ. എന്തെങ്കിലും ഒരു പണിക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴേക്കും അപ്പോഴേക്കും മഴ പെയ്യും. അങ്ങനെ ആയ കാരണം കൊണ്ട് മുറ്റത്തേക്ക് അങ്ങനെ ഇറങ്ങലുണ്ടായിരുന്നില്ല. അവിടുത്തെ പണികളൊന്നും അങ്ങനെ ചെയ്യലുണ്ടായിരുന്നില്ല. പക്ഷേ ഈ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പണി എന്നുള്ളത് ഈ പുല്ല് പറിക്കലാണ് കേട്ടോ. പുല്ല് നന്നായിട്ട് എല്ലാ ഭാഗവും വരും. മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യൽ ഇങ്ങനെ പുല്ലും കാര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറിച്ചെടുക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചെടികളുടെ ഇടയിലൊക്കെ നന്നായിട്ട് പുല്ല് പൊന്തി വരും. ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പറിക്കാനോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനോ നല്ല മടി തോന്നും. അപ്പോൾ ഞാനിങ്ങനെ പറിക്കലുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ അടുപ്പിച്ച് മഴ ആയ കാരണം കൊണ്ട് അങ്ങനെ ഇറങ്ങാതായപ്പോൾ കുറച്ച് കൂടുതൽ പുല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ചെടികളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ചെടികളുടെ ഇടയിൽ നമുക്കിങ്ങനെ പുല്ലുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾ ഇങ്ങനെ ചീഞ്ഞു പോകാനും നശിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ആ കളകൾ നമ്മളിങ്ങനെ വരുന്ന ചെടികളും എല്ലാം ഇത് എന്താ പറയുക, പുല്ലുകളും ഇങ്ങനെ വേറെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ ആവശ്യമില്ലാത്ത അതൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് ഒഴിവാക്കി കൊടുക്കണം. പിന്നെ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ പ്ലാന്റുകളൊക്കെ വെട്ടി നിർത്തിയിട്ട് ആവശ്യമില്ലാത്തതൊക്കെ കുറേ നന്നായിട്ട് വെട്ടി നിർത്താൻ പറ്റുന്നത് ഈ ഒരു മഴക്കാലത്താട്ടാ. കാരണം ഇങ്ങനെ കുറേ ഇലകളും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനും പ്ലാന്റ് നശിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഒതുക്കിയിട്ട് ആവശ്യമില്ലാത്ത കുറേകളൊക്കെ ഒന്ന് കളയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാനിത് കണ്ട് ഇവിടെയൊക്കെ ചീഞ്ഞിട്ടുണ്ട്. ഇത് സ്പൈഡർ പ്ലാന്റാണ് ഈ സൈഡിൽ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ചീഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് ഇനി കളയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്ക് നല്ല പ്ലാന്റുകൾ ചെറിയ തൈകളുണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈ മഴക്കാലം കഴിയുമ്പോഴത്തേനും നല്ല സ്പൈഡർ പ്ലാന്റിൻ്റെ നല്ല പ്ലാന്റുകളായിട്ട് മാറും. അതൊക്കെ കുറച്ചും കണ്ട് പറിച്ച് കളഞ്ഞപ്പോഴേക്കും മഴ പെയ്തിട്ടാ. അപ്പോൾ ഇനി കയറി ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പം മഴ ഒന്ന് ഒതുങ്ങട്ടെ, എന്നിട്ട് വേണം ബാക്കിയുള്ള പണിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇലകളും കാര്യങ്ങളൊക്കെ ചീഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാകെ എന്താ പറയുക, ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടായിരുന്ന കുറച്ച് പ്ലാന്റ് കുറേ കഴിയുമ്പോൾ പ്ലാന്റ് നശിക്കൂട്ടാ. അപ്പോൾ എല്ലാ വർഷത്തിലും നമുക്ക് ഈ മഴക്കാലമാകുമ്പോൾ ഇതൊക്കെ ഒന്ന് പറിച്ചിട്ട് അടുത്ത തൈ വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ മുകളിലെല്ലാം ചെറിയ തൈകളുണ്ടാവും, പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ട് ചെറിയ തൈകളാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വേനലാകുമ്പോഴത്തേന് നല്ല പ്ലാന്റാവും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ സ്പൈഡർ പ്ലാന്റൊക്കെ പറിച്ചിട്ട് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല വൃത്തിക്കുള്ള പ്ലാന്റായി മാറുള്ളൂ. പിന്നെ നമുക്ക് അടുത്ത പണി തന്നെ പുല്ല് പറിയണം. പിന്നെ ഏതായാലും വൈകുന്നേരം ഈ ഒരു പണിക്ക് നിന്നതാണ്. അപ്പോൾ കുറച്ച് പുല്ലുകൾ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പറിച്ചിട്ട് കളയുന്നുണ്ട്. മെറ്റലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് പുല്ല് പിടിക്കില്ലേ എന്ന് കുറേ കമൻറ്റുകൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. മെറ്റലിട്ട് കഴിഞ്ഞാൽ പുല്ല് എന്തായാലും വരും കേട്ടോ. ഞാൻ പറയലുണ്ട്, നല്ല കനത്തിലിട്ടിട്ട് എല്ലാ ഭാഗവും ഫില്ലാക്കി ഇട്ട് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് പുല്ല് വരില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ മുറ്റത്ത് നന്നായിട്ട് കനത്തിലിട്ടിട്ടുണ്ടായിരുന്നത് ആദ്യം. പക്ഷേ അത് ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് അവിടുന്ന് ഇങ്ങനെ കനം കൂടുതലാണെന്നൊക്കെ പറയും. വണ്ടി വരുമ്പോഴൊക്കെ കനം കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് വാരൽ തുടങ്ങി അവിടുന്ന്. അപ്പോൾ പിന്നെ അത് കനം കുറഞ്ഞു. ഇപ്പം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി കനത്തിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ സൈഡിലൊന്നും അങ്ങനെ, ഇത് നമ്മളെ വീടിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ ഈ സൈഡിലൊന്നും അങ്ങനെ മെറ്റലിട്ടിട്ടില്ല കേട്ടോ. കനത്തിലൊന്നും ഇല്ല, ഇങ്ങനെ എന്താ പറയുക ചെതറിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അത് കാരണം കൊണ്ട് നന്നായിട്ട് ഈ സൈഡിലൊക്കെ പുല്ല് വരും. അപ്പോൾ എനിക്ക് കാര്യമായിട്ട് ഈ ഒരു പണി നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. അങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് നമ്മളത് പറിച്ചിങ്ങനെ കളയണം. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇരിക്കാനൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ടൊക്കെ ഇരുന്നിട്ടും നമുക്ക് പറിച്ച് കളയാം. പക്ഷേ കുറേശ്ശെ അങ്ങനെ പറിച്ച് കളയുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ, നല്ല വൃത്തിയാണ്. പിന്നെ മെറ്റലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് മെറ്റലിട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്നാണ് എന്നോടിപ്പോൾ വരുമ്പോഴൊക്കെ ഓരോരുത്തർ പറഞ്ഞത്. നമ്മൾ ഇൻ്റർലോക്കിനെക്കാട്ടും നല്ലതാണ്. ഇൻ്റർലോക്കും മഴക്കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇച്ചിൽ പിടിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവുമായിരിക്കും. മഴ അങ്ങനെ വിടാതെ പെയ്യുമ്പോൾ അങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരതി കളയേണ്ട ആവശ്യമൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഒന്നും ഇൻ്റർലോക്ക് ചെയ്യാനുള്ള ഉദ്ദേശമൊന്നുമില്ല. എന്തെങ്കിലും സാധിക്കണമെങ്കിൽ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മെറ്റലിട്ടിച്ചിട്ട് എനിക്കങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കനത്തിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പുല്ല് പറിക്കാൻ കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് കനത്തിലിട്ട സമയത്ത് പുല്ല് അങ്ങനെ പൊന്തേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് പുല്ല് വരവ് തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം മുറ്റത്ത്. ഇനി നമ്മൾ വേനൽക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറ്റൊന്ന് സെറ്റാക്കണം എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഗാർഡൻ വീഡിയോ ചോദിച്ച കൂട്ടുകാർക്ക് ഇനി ഈ വേനലിൽ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യൂട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഞാൻ പൊക്ക വെട്ടിയിട്ട് പ്ലാന്റുകളൊക്കെ ഞാൻ വെട്ടി കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. അപ്പോൾ പ്ലാന്റുകളൊന്നും കാണാനില്ല. പിന്നെ നമ്മളതാ എന്താ പറയുക, കടലാസ് പൂവ് ഉണ്ടല്ലോ, ബോഗൺവില്ലൊക്കെ ഞാൻ വെട്ടിയിട്ട് ഫുള്ള് ആക്കിയിട്ട് ഇങ്ങനെ കമ്പുകൾ മാത്രമാക്കി വെച്ചെടുത്തേക്കാണ്. അപ്പോൾ അത് മുറ്റത്ത് തീരെ അങ്ങനെ ചെടികളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത്. പിന്നെ മതിൽ ആകെ നാശമായിട്ടുണ്ട് മതിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം നമുക്ക്, വേനൽ വന്നിട്ട് വേണം. പിന്നെ ഞാനിങ്ങനെ ഇല്ലാത്ത ഭാഗത്തേക്കൊക്കെ ഈ മെറ്റലൊന്ന് നീക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ വെള്ളം അങ്ങനെ പോകുന്നൊരു വഴിയാണ്. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ പുല്ല് നന്നായി വരികയാണ്. അപ്പോൾ കുറച്ച് മെറ്റലിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കനുള്ള ഭാഗത്തു നിന്ന് കനമില്ലാത്തടത്തേക്ക് അങ്ങനെ നീക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വല്ലാതെ പുല്ല് വരില്ല എന്ന് എഴുതിയിട്ടാണ് അങ്ങനെയൊക്കെ. പിന്നെ ഈ ഇച്ചി നമ്മളെ മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ കൂടുതൽ വരാൻ കാരണം നമ്മളെ സൈഡിലൊക്കെ തെങ്ങാണ് കേട്ടോ. അപ്പോൾ ഈ തെങ്ങുള്ള ഏരിയകളിൽ മതിൽ പെട്ടെന്ന് നാശമാവും. കാരണം ഇങ്ങനെ തെങ്ങുമെന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അടയാളങ്ങളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ നല്ല ഇച്ചി പിടിക്കാത്ത പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കണം തോന്നുന്നു കേട്ടോ. നമ്മൾ നോർമൽ സൈസ് പെയിൻറ്റൊക്കെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വേനൽ വരുമ്പോൾ ഒന്ന് ശരിയാക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഇപ്പോൾ വെട്ടി കൊടുത്ത എല്ലാ പ്ലാന്റുകളും സെറ്റായിട്ട് വരും. എന്നിട്ട് നമ്മൾ ഒരു ഗാർഡൻ ടൂർ ഇടുന്നതാണ് കേട്ടോ. ഗാർഡൻ എന്ന് പറയാൻ വേണ്ടിയൊന്നുമില്ല, എന്നാലും ഉള്ള പ്ലാന്റുകളൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഭംഗിയാക്കിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോഴേക്കും മഴ നന്നായിട്ട് ഇങ്ങനെ കറുത്ത് വരുന്നുണ്ട് മേഘങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇനി വേഗം അടിച്ചു വാരി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിൻ്റെ ശേഷം അപ്പോൾ കുറച്ച് റംബൂട്ടാൻ പൊട്ടിച്ചെടുക്കാണ്ട്. അപ്പോൾ ഉയരത്തിലുള്ള റംബൂട്ടാന്മാരാണ്. അപ്പോൾ അവിടുന്ന് ഒന്ന് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടില്ല, അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ കുറേ പ്ലാന്റുകൾ മാറ്റിയിട്ട് ചെറിയ പ്ലാന്റാണ് വെച്ചുകൊടുത്തിട്ടുള്ളത്. പിന്നെ കുറേ വെട്ടി ഒതുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ അതിന് നമ്മൾ റംബൂട്ടാൻ ഞാനും മോളും കൂടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവൾ ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വന്നപ്പോൾ ഏതായാലും ഇത് കുറച്ച് പൊട്ടിച്ചെടുക്കാമെന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് പഴുക്കാൻ വേണ്ടി നിന്നിട്ടില്ല, ഒരു മീഡിയം ടൈപ്പ് പഴുപ്പ് വന്നപ്പോൾ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഉയരത്തിലായിരുന്നു, വലിയൊരു തോട്ടിയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പൊട്ടിച്ചെടുത്താണ്. അപ്പോൾ 2 തൈൻ്റെ മുകളിൽ ഇപ്പോൾ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 2 സൈസാണ്. ഒന്ന് നമ്മൾ ബഡ് ചെയ്തിട്ടുള്ള ചെറിയ തൈയാണ്, അതുമ്പോൾ നമുക്ക് പൊട്ടിക്കാൻ കിട്ടും. പക്ഷേ ഒന്ന് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് എല്ലാവർക്കും ഒന്ന് കൊടുക്കാമെന്ന് എഴുതിയിട്ട് പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ അത് അതിൻ്റെ പേരും കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കാണുമ്പോൾ ഇങ്ങനെ നഴ്സറിയിൽ പോയിട്ട് വാങ്ങും, എന്നിട്ട് കൊടുന്ന് വെക്കും. അങ്ങനെ ഒരു 3-4 തൈകൾ നമ്മുടെ പറമ്പിലുണ്ട്. 2 മാഷാ അല്ലാഹ് ഇപ്പോൾ കായ്ക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അപ്പോഴേക്കും നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട്, നല്ല മഴയുണ്ട്. ഇനിയിപ്പോൾ ഉള്ളിൽ കയറി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മൾ പുറത്തൊക്കെ പണിയെടുത്തതല്ലേ. അങ്ങനെ പിന്നെ ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എടുത്ത മെറ്റീരിയൽ ഒന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നു കേട്ടോ. അപ്പോൾ അത് ഇതാണ്, ഒരൈറ്റം ഇതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വീട്ടിലിടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇത് നമ്മൾ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതാണ് ഞാൻ കാണിക്കാഞ്ഞത്. പിന്നെ ചോദിച്ച കാരണം കൊണ്ട് നമ്മളൊരു കൂട്ടുകാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ഇത് കാണിച്ചു തരുമോ എന്നുള്ളത്. പിന്നെ അടുത്തത് എടുത്തിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ അടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു 200 രൂപയാണ്. ഡെൽറ്റ ക്രഷിൻ്റെ ക്ലോത്താണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചോദിക്കുന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഡെൽറ്റ ക്രഷ് നമുക്ക് ലൈനിങ് ഇല്ലാതെയാണ് ഞാൻ അടിക്കൽ. പിന്നെ നമ്മളെ കഴുത്തിൻ്റെ അവിടെയും ചെസ്റ്റിൻ്റെ അവിടെയും ഇതിൻ്റെ പീസ് വെച്ചിട്ട് തന്നെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യലാണ്. അപ്പോൾ ഞാൻ ഇത് പിന്നെ പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഇതും 80 മീറ്റർ വരുന്നത്. ഇതിൽ ഞാൻ ലൈനിങ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ജോർജറ്റിന് എന്തായാലും ലൈനിങ് ആവശ്യം കേട്ടോ. അപ്പോൾ ജോർജറ്റ് മെറ്റീരിയൽ ഞാൻ വീട്ടിലിടുന്നുണ്ട്.
കൊടുക്കുന്നുണ്ട്. അതിനും ഞാൻ ലൈനിങ് വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. അപ്പോൾ ഇതെനിക്ക് എൻ്റെ കയ്യിൽ 2 ഷോളുണ്ട് ഇതിന് മാച്ചാക്കിയിട്ട്. അപ്പോൾ അത് അങ്ങനെ വാങ്ങിയതായിരുന്നു. പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ എന്നോട് ചോദിക്കലുണ്ട്. സ്റ്റിച്ചിങ് എനിക്കങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് കാണിക്കാത്തത് കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങളായിട്ട് കാണിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ കാണിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. ഞാനൊരു ഒപ്പിക്കൽസ് അടിക്കലാണ്, എനിക്ക് എൻ്റെ ആവശ്യം നടക്കണം, അങ്ങനെയുള്ളത് പഠിക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു അറിവ് കുറവും പെർഫെക്ഷനൊക്കെ കുറവുണ്ട്. പിന്നെ ഈ 2 ലൈസ് ഇത് നമുക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ജോർജറ്റ് മെറ്റീരിയൽ നമുക്ക് അത് നമുക്ക് പുറത്തേക്ക് എന്തെങ്കിലും പെട്ടെന്നൊരാവശ്യത്തിനൊക്കെ പോകുമ്പോൾ ഇടാമെന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. ഇന്ന് വൈകുന്നേരം ഞാൻ ചായക്ക് ഉണ്ടാക്കുന്നത് കാടമുട്ട മസാലയാണ്, പിന്നെ പാൽക്കപ്പ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നല്ല മഴയല്ലേ, നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇത് രണ്ടും കൂടി കഴിക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ പാൽക്കപ്പക്കുള്ള കപ്പ കഴുകിയിട്ട് ഇങ്ങനെ തൊലിച്ചിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇനി വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കണ്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കപ്പ വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. കപ്പ എന്നല്ല കേട്ടോ, നമ്മുടെ ഇവിടെ പറയുക പൂള എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഈ പൂള, ചക്കരക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾ കഴിക്കൂല. അപ്പോൾ ഞാൻ ഈ രീതിക്ക് ഉണ്ടാക്കി കൊടുക്കലാണ്. പിന്നെ നമ്മളിതാ കാടമുട്ട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂണ് ചില്ലി പൗഡർ, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ പെരുംജീരകം പൊടിച്ചതിട്ടാ. അതൊക്കെ നമ്മളൊരു 1/2 സ്പൂൺ വീതം അല്ലെങ്കിൽ 1 സ്പൂൺ വീതമൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് മുട്ട എത്ര ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ 1/2 സ്പൂൺ വീതമാണ്. അങ്ങനെ പിന്നെ നമ്മൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും പിന്നെ മുട്ടയ്ക്ക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ മുട്ട ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ മസാല നന്നായിട്ട് ഇങ്ങനെ പിടിക്കൂട്ടാ. പിന്നെ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ കാടമുട്ട മസാല ഈ ചൂട് ചായൻ്റെ കൂടെ നല്ല മഴയത്ത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. നമ്മൾക്ക് ബീച്ചിൽ പോയൊരു ഓർമ്മ വരും. ബീച്ചിൽ കിട്ടുന്ന കാടമുട്ട മസാലനെക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ വീട്ടിലുണ്ടാക്കും നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പൂള നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടൊന്നുമില്ല ഞാൻ. കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടിപ്പോ കാര്യം ഉണ്ടെങ്കിൽ അത് പോവും. അപ്പോൾ ഇത് നല്ല പൂളയാണ് കേട്ടോ. നല്ല എന്താ പറയുക, അലിഞ്ഞു പോണ ഒരു പൂള നല്ലതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഞാൻ ചീനമുളക്, കാന്താരി മുളക് ഉണ്ടല്ലോ അതും, പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചതച്ചിട്ട്, ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു 3-4 ചീനമുളക് രണ്ടും കൂടി ഒന്നും ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ സിമ്മിലിട്ടുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചച്ചോയൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ 2ാം പാലും 1ാം പാലും എന്നുള്ള രീതിയിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഒറ്റ പാൽ തന്നെ. അപ്പോൾ അത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി, നല്ല ടേസ്റ്റാണ് പാൽക്കപ്പ. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇതൊന്നൊന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ പൂള നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വേവണ പൂളയെ തോന്നുന്നുണ്ട്. പിന്നെ നല്ല കുറച്ച് അലിഞ്ഞ തരം ഒരു പൂള ഉണ്ടാവുമല്ലോ, അതാണിത്. കുറച്ച് നേരം ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുത്താൽ പാലൊക്കെ ഒന്ന് ഇതായിട്ട് ഇതിൽ പൂളയിൽ ഇതായിട്ട് ഒന്നും ഇങ്ങോട്ട് കുറുകി വരും. ആ സമയത്ത് നമുക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് താളിപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ച്, പിന്നെ ഒരു 4 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. പൂളയിലേക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അത്രയും നമ്മളെ പാൽക്കപ്പ ഉണ്ടാക്കേണ്ട സമയം ആവശ്യമുള്ളൂ കേട്ടോ. കുറച്ച് തേങ്ങാപ്പാൽ എടുക്കേണ്ട ഒരു ആവശ്യമുള്ളൂ, അല്ല സമയത്തിന് ആവശ്യമുള്ളൂ. അതാണ്ട് നന്നായിട്ട് പൂളൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് കാന്താരി മുളകും ഉണക്കമുളകൊക്കെ ചേർത്ത കാരണം കൊണ്ട് അത്യാവശ്യത്തിനുള്ള എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലേക്ക് വേറെ ഒന്നും ആവശ്യമില്ല. എന്നാലും നമ്മളിത് കഴിക്കൽ ഇങ്ങനെ കാടമുട്ട മസാല കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ചൂട് ചായ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പാൽ ചായ അങ്ങനെ നമ്മളെ വീട്ടിലുണ്ടാക്കലില്ല കേട്ടോ. കട്ടൻ ചായനോടാണ് ഞാൻ കഴിക്കൽ. ഞാനും ഉമ്മയാണ് ചായ കഴിക്കൽ, മക്കൾ കഴിക്കൽ. ഞാനും ചായ കൂടി കുറവാണ്. അപ്പോൾ അത്രക്കുള്ളൂ കേട്ടോ.
അങ്ങനെ ഇതാ നമ്മൾ മഴ കണ്ടുകൊണ്ടാണ് ചായ കൂടി, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻസുകൾ അറിയിക്കുക എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതൊരു എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.